ലെബനൻ എന്ന രാജ്യം 1970-കൾ വരെ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും ആ രാജ്യം അന്ന് അറിയപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് ലെബനനിലായിരുന്നു. സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ലെബനൻ. ചിത്രത്തിൽ കാണുന്നത് 1960-കളിലെ ലെബനൻ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് 1960-കളിൽ അറിയപ്പെട്ടിരുന്നത് എ സിറ്റി ഓഫ് ലിറ്റിൽ സീക്രറ്റ്സ്, ഫുൾ ഓഫ് സിനിമാസ്, ഫുൾ ഓഫ് തിയേറ്റേഴ്സ് എന്നൊക്കെ ആയിരുന്നു. കലയെയും കലാകാരന്മാരെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു നാട്. ചുരുക്കത്തിൽ വലിയൊരു സാംസ്കാരിക കേന്ദ്രം തന്നെയായിരുന്നു അന്നത്തെ ലെബനൻ. 1970 വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനൻ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമുള്ള ഒരു വൃത്തികെട്ട പൊതു സ്വഭാവമുണ്ടല്ലോ, സഹിഷ്ണുത, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം. അത് ലെബനനിലെ അന്നത്തെ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യരുടെ രക്തത്തിലും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ മനസ്സലിവാണ് തേനും പാലും ഒഴുകുന്ന ആ രാജ്യത്തെ ഇന്നത്തെ നിലയിലാക്കിയത്. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭയാർത്ഥികളായുമൊക്കെ ലെബനനിലെത്തിയ ഒരു വിഭാഗം ചെറിയ കാലയളവ് കൊണ്ട് പെറ്റുപെരുകി ഭൂരിപക്ഷമായി. പിന്നെ എന്തുണ്ടായി എന്ന് പറയേണ്ടല്ലോ. ആഭ്യന്തര കലാപം തുടങ്ങി, കുറെ മനുഷ്യർ പലായനം ചെയ്തു. രക്ഷപ്പെടാൻ പറ്റാതിരുന്ന പാവം മനുഷ്യരെ ആ രാജ്യത്ത് വന്നു കയറിയ സമാധാനക്കാർ കൂട്ടക്കൊല ചെയ്തു. ബാക്കി എന്തുണ്ടായി എന്നത് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ ലെബനന്റെ അവസ്ഥ കണ്ടില്ലേ? അവിടുത്തെ ജനതയുടെ ജീവിതം കണ്ടില്ലേ? എങ്ങനെ കഴിഞ്ഞ സമൂഹമാണ്. സഹിഷ്ണുതയും മാനവികതയും തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംസ്കാരം തന്നെ അങ്ങ് ഇല്ലാതായി. ക്രേഡിൽ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നായിരുന്നു സിറിയ എന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസമായിരിക്കും. കോളേജിൽ നിസ്കാരം അനുവദിക്കാത്തതിന്റെ പേരിൽ വൈദികനെ തടഞ്ഞ മത തീവ്രവാദികൾ വൈദികനോട് കൈ ചൂണ്ടി പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷമാണ് എന്നായിരുന്നു. അന്ന് മനസ്സിലായി ഇവിടെയും ലെബനനും സിറിയയും ഒന്നും അകലെയല്ല എന്നത്. നല്ല മനുഷ്യരുടെ സഹിഷ്ണുതയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിനെയുമാണ് ഇവർ മുതലെടുക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കിയാണ് തീവ്രവാദികൾ എന്ന ഭീരുക്കൾ യുദ്ധം ചെയ്യുന്നത്. പണ്ട് മുതലേ ഇവരുടെ രീതി അതാണ്. ചത്തുപോയ പലസ്തീൻ തീവ്രവാദി നേതാവ് യാസർ അറാഫത്ത് ജീവിതത്തിൽ നല്ലൊരു പങ്കും കഴിഞ്ഞത് സ്ത്രീവേഷം കെട്ടിയായിരുന്നു. ഇപ്പോഴത്തെ തീവ്രവാദി നേതാക്കളും സ്ത്രീവേഷം ധരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഒളിവിലിരിക്കുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ കൂടുതൽ സാധാരണക്കാരാണ് എന്നതാണ് ദുഃഖകരം. ലെബനൻ ജനത ഇങ്ങനെ നരകിക്കേണ്ടവർ ആയിരുന്നില്ല. അവർ ഉയർത്തിപ്പിടിച്ച പരിധിവിട്ട സഹിഷ്ണുതയും മാനവികതയുമാണ് അവരെയും അവരുടെ തലമുറകളെയും ഈ നിലയിൽ എത്തിച്ചത്. യുദ്ധം വ്യാപിപ്പിക്കാൻ ഹിസ്ബുള്ള തീവ്രവാദികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വരില്ല. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പോലുള്ള ഇസ്ലാമിക ഭീകരവാദികൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ശല്യമാണ് എന്നതും തന്നെ കാരണം. ലെബനൻ ജനത ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇസ്ലാമിക തീവ്രവാദികളെ തുരത്താൻ ആയുധമെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ വന്നാൽ അത് ലെബനൻ ജനതയുടെ വിമോചന മുന്നേറ്റമായി മാറും. പഴയ ലെബനനിനി ഉണ്ടാകാൻ സാധ്യത വിദൂരമാണെങ്കിലും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശല്യം ഇനി ഇസ്രായേലിനും ലെബനൻ ജനതയ്ക്കും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ ഈ യുദ്ധത്തോടെ ഉറപ്പുവരുത്തും. ഹമാസിനെ തീർത്ത് യഥാർത്ഥ പലസ്തീൻ ജനതയെ രക്ഷിച്ചതുപോലെ ഹിസ്ബുള്ളയെ തീർത്ത് ലെബനനെയും ഇസ്രായേൽ രക്ഷിക്കുമെന്നത് ഉറപ്പാണ്, അല്ലെ?